begin to വളരെ ഈസി ആയിട്ട് നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻറ്റ് വെച്ച് ഉണ്ടാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്സിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരെയും ഒരിക്കൽ കൂടെ അവർ ടേസ്റ്റ് ബഡ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഇന്നത്തെ സ്നാക്സിന് വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് വൻപയറാണ്. മുളപ്പിച്ച വൻപയർ വേണം നമുക്ക്. അപ്പോൾ നിങ്ങളുടെ വീട്ടിലുള്ള മെമ്പേഴ്സിനനുസരിച്ച് നിങ്ങൾക്ക് വൻപയർ എടുക്കാവുന്നതാണ്. ഇത്ര അളവൊന്നൊന്നുമില്ല കേട്ടോ. ഞാൻ അല്പം വൻപയർ എടുത്ത് ഒരു ബൗളിലിട്ട് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇതൊന്ന് കുതിർന്ന് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇത് കുതിർന്ന് വന്നതിന് ശേഷം വെള്ളം ഊറ്റി അല്പം നനവോടുകൂടെ തന്നെ വെക്കുക. ഒന്നുകിൽ പുറത്ത് വെച്ചാലും മുളച്ച് വരും. ഞാനിപ്പോൾ തൽക്കാലം ഇതൊന്ന് മുളച്ച് വരാൻ വേണ്ടി ഫ്രിഡ്ജിൽ വെക്കുക ചെയ്തത്. അപ്പോൾ ഒന്ന് ഡ്രൈ ആകാതെ ഒരു നനവും ഒന്ന് ഫീൽ ചെയ്യുമല്ലോ. അപ്പോൾ ആ നനവിൽ തന്നെ നിന്ന് നന്നായിട്ട് മുളച്ച് വരും. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് തുണി കെട്ടി വെക്കാമെങ്കിലും നനഞ്ഞ തുണി കെട്ടി വെക്കാമെങ്കിലും പെട്ടെന്ന് മുളച്ച് വരും കേട്ടോ. അപ്പം വെളിയിലല്ലാതെ വെക്കുമ്പോൾ ചിലപ്പോൾ ഒന്ന് ഡ്രൈ ആയി വരാറുണ്ട് മേളിരിക്കുന്ന കുറച്ച് ഭാഗം. അതുകൊണ്ടാണ് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചത്. എൻ്റെ കയ്യിൽ തുണി ഇല്ലായിരുന്നു. അപ്പോൾ തുണി കെട്ടി വെച്ചാലും മതി, മുളച്ച് വരും. അപ്പോൾ അങ്ങനെ മുള വന്നാൽ നമ്മുടെ ഈ വൻപയർ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാനത് കുക്കറിലായിടുന്നത്. അപ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ. അപ്പോൾ നന്നായിട്ട് വെന്ത് ഉടഞ്ഞ് കിട്ടണം. ആ ഒരു പരുവത്തിൽ നമുക്ക് കുക്കറിൽ ഞാൻ ഇട്ടേക്കുന്നതുകൊണ്ട് 2 വിസിൽ മതി. ഇപ്പോൾ നിങ്ങളല്ലാതെ ഓപ്പൺ കടായിലാണെങ്കിൽ നന്നായിട്ട് ഉടഞ്ഞ് വരുന്ന ഒരു പരുവത്തിൽ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അല്പം ഉപ്പും മഞ്ഞൾപ്പൊടിയും പിന്നെ നമ്മുടെ ഈ വൻപയർ വേകാൻ വേണ്ടി ആ ലെവലിനുള്ള വെള്ളവും മാത്രമാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും മാത്രം മതി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടി. അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. വെന്ത വൻപയർ ഞാൻ ആ വെള്ളം ഊറ്റാൻ വെച്ചിട്ടുണ്ട്. അത് വെള്ളം ഒന്ന് ഊറ്റിയെടുക്കുന്ന സമയം കൊണ്ട് നമുക്കിതിന് വേണ്ട ഒരു മീഡിയം സൈസ് സവാള ഞാൻ ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് പൊടിപ്പൊടിയായി അരിഞ്ഞ മല്ലിയില ചേർക്കാണ്. നിങ്ങളുടെ കയ്യിൽ പുതിനയില ഉണ്ടെങ്കിൽ പുതിനയിലയും ചേർക്കാം കേട്ടോ. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇല്ലായിരുന്നു. അപ്പോൾ മല്ലിയില ഞാൻ ചേർത്തിട്ടുണ്ട്. അതുപോലെ ഇഞ്ചി വെളുത്തുള്ളിയും ഒന്ന് ചതച്ചത്, ഇല്ലെങ്കിൽ നിങ്ങൾ കുഞ്ഞതായിട്ടൊന്ന് അരിഞ്ഞിട്ടാലും മതി, കുഴപ്പമില്ല. അപ്പോൾ എൻ്റെ ഓൾറെഡി ചതച്ചത് കുറച്ച് ഇരിപ്പുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ അതങ്ങ് ചേർക്കാണ്. പിന്നെ നമുക്ക് ഓൾറെഡി നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടാണ് വൻപയർ വേവിച്ചത്. എന്നാലും നമ്മുടെ ഈ മസാലയ്ക്ക് ഉള്ളിയിലൊക്കെ ഒന്ന് മഞ്ഞ പിടിക്കാൻ വേണ്ടി അല്പം ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ മെയിനായിട്ട് നമുക്ക് വേണ്ടത് ഗരം മസാലയാണ്. പിന്നെ നമുക്ക് എരിവിന് നമ്മൾ ഇച്ചിരി ഇഞ്ചി വെളുത്തുള്ളി മാത്രമേ ചേർത്തിട്ടുള്ളൂ. മുളക് പൊടി ചേർക്കാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പച്ചമുളക് അരിഞ്ഞ് ചേർക്കാം, ഇല്ലെങ്കിൽ മുളക് പൊടി വേണേലും ചേർക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ഞാനൊരു അരിപ്പയിൽ വെച്ചിരിക്കുകയായിരുന്നു. വൻപയറിൽ വെള്ളമെല്ലാം ഊറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഇട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ വൻപയർ ഇതിനകത്തോട്ട് ഇട്ടതിന് ശേഷം കൈകൊണ്ടാണ് നന്നായിട്ട് കുഴച്ചെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഉപ്പ് പോരാ എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആവശ്യത്തിന് നിങ്ങൾക്ക് ഉപ്പ് വീണ്ടും ചേർക്കാവുന്നതാണ്. അപ്പോൾ കുഴയ്ക്കുമ്പം ഒത്തിരി അങ്ങ് ഹാർഡായിട്ട് തോന്നുവാണെങ്കിൽ നമ്മൾ വൻപയർ വേവിച്ച് ആ വെള്ളം കുറച്ച് ഒഴിച്ച് ഒന്ന് മാവ് നമ്മുടെ ആവശ്യത്തിനൊന്ന് മയപ്പെടുത്തിയെടുക്കാവുന്നതാണ് കേട്ടോ. പിന്നെ നമുക്ക് ഇതിനകത്തോട്ട് ചേർക്കേണ്ടത് ബ്രെഡ് സ്ക്രംസ് ആണ്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ റസ്ക് ഉണ്ടെങ്കിൽ അത് പൊടിച്ചാലും മതി, ഇല്ലെങ്കിൽ ബ്രെഡ് ഉണ്ടെങ്കിൽ അത് ചെറുതായിട്ടൊന്ന് പിച്ചി പറിച്ചൊക്കെ ഇടത്തില്ല, അങ്ങനെ ഇട്ടാലും മതി. ബ്രെഡ് സ്ക്രംസ് ഉണ്ടെങ്കിൽ ഒരു 5 ടേബിൾ സ്പൂണോളം ബ്രെഡ് സ്ക്രംസ് ചേർക്കുക. ഇപ്പോൾ നിങ്ങളെടുക്കുന്ന വൻപയറിൻ്റെ അളവിനനുസരിച്ച് നിങ്ങൾക്കതൊന്ന് ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ എന്തായാലും വലിയൊരു ബൗള് ഏകദേശം ഒരു 250 ഗ്രാമിനോളം അടുത്ത് വൻപയർ എടുത്തിട്ടുണ്ടായിരുന്നു. വെള്ളത്തിൽ ഇടുന്നതിന് മുൻപുള്ള അളവാട്ടോ പറഞ്ഞത്. അപ്പോൾ അതൊന്ന് വെള്ളത്തിയിട്ട് കുതിർന്നതാണ്. അതിലേക്ക് ആവശ്യമായ സാധനങ്ങൾക്ക് ഞാൻ ചേർത്തിരിക്കുന്നത് 5 ടേബിൾ സ്പൂണും ബ്രെഡ് സ്ക്രംസ് ആണ്. അപ്പോൾ ബ്രെഡ് എടുക്കുകയാണെങ്കിൽ ഒരു 3-4 ഒക്കെ എടുക്കേണ്ടി വരും. എന്നിട്ട് നമുക്ക് അല്പം ഉപ്പ് വേണമെങ്കിൽ ഉപ്പും കൂടെ ചേർക്കാം. നിങ്ങൾ ഓൾറെഡി വൻപയർ വേവിച്ചപ്പോൾ നമ്മൾ ഉപ്പ് ചേർത്തതുണ്ട്. പിന്നെ ഇപ്പം ഉള്ളിയിലും അല്പം ഉപ്പ് ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ടേസ്റ്റിനനുസരിച്ച് നിങ്ങളുടെ ഉപ്പ്. അതുപോലെ ഒരു കളറിന് വേണ്ടി ഞാൻ കാശ്മീരി ചില്ലിയാണ് ചേർക്കുന്നത്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പച്ചമുളകോ കുരുമുളക് പൊടിയൊക്കെ ചേർത്താലും മതി, ഇല്ലെങ്കിൽ മുളക് പൊടിയാണെങ്കിലും മതി. ഒരു കാശ്മീരി ചില്ലി ചേർക്കാമെങ്കിൽ ചെറിയൊരു എരിവും അതുപോലെ ഒരു നല്ലൊരു കളറും കിട്ടും. അതുകൊണ്ടാണ് ഞാൻ കാശ്മീരി ചില്ലിയാണ് ചേർത്തത്. അത് ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ കുഴച്ചെടുത്തതിന് ശേഷം വേറൊരു ബൗളിൽ ഞാൻ അല്പം സൺഫ്ലവർ ഓയിൽ എടുക്കുകയാണ്. നമ്മളിതൊന്ന് കബാബിൻ്റെ ഷേപ്പിലൊന്ന് നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഉരുട്ടിയെടുക്കാമെങ്കിൽ ഉരുട്ടിയെടുക്കാം, ഇല്ല കട്ട്ലൈറ്റിൻ്റെ ഷേപ്പിൽ വേണമെങ്കിൽ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഞാൻ നീണ്ട ഒരു ഓവൽ ഷേപ്പിലാണ് നമുക്ക് കബാബ് കിട്ടുക. അപ്പോൾ ആ ഒരു ഷേപ്പിലാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് അല്പം കയ്യിലൊന്ന് എണ്ണ ഗ്രീസ് ചെയ്തിട്ട് ഇതൊന്ന് റോൾ ചെയ്തെടുക്കാമെങ്കിൽ നമുക്ക് പെട്ടെന്ന് കുറച്ചുകൂടെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയാണ്. എന്നിട്ട് ഞാൻ അങ്ങനെ ഏകദേശം ഈ ഒരു ഷേപ്പ് ആക്കി എടുത്തിട്ടുണ്ട്. ഇത് ആ പ്ലേറ്റിൽ വെക്കുകയാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് ബാക്കിയുള്ള മാവും കൂടെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാവുന്നതാണ്.
അങ്ങനെ നമ്മുടെ വൻപയറെല്ലാം ഞാൻ ഈ ഒരു ഷേപ്പിൽ എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു ഷേപ്പൊക്കെ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ അത് റെഡിയാക്കാം. പിന്നെ ഞാനൊരു പാൻ അടുപ്പ് വെച്ച് ചൂടാകാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ എണ്ണ ഒഴിച്ച് ഷാലോ ഫ്രൈ ചെയ്യണമെങ്കിൽ ഷാലോ ഫ്രൈ ചെയ്യാം. ഇല്ലെങ്കിൽ നിങ്ങൾക്കൊരു നോൺ സ്റ്റിക്ക് പാനിൽ വെച്ച് തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ടൊന്ന് ഫ്രൈ ചെയ്ത് ഒരു ഗോൾഡൻ ബ്രൗൺ നിറം ആവുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഇത് രണ്ടും അല്ലെങ്കിൽ നിങ്ങൾക്ക് എയർ ഫ്രയർ ഉണ്ടെങ്കിൽ എയർ ഫ്രയറിനകത്ത് വെക്കാവുന്നതാണ്. ഒട്ടും എണ്ണയില്ലാതെ വേണമെങ്കിൽ ചെയ്യാനാണെങ്കിൽ എയർ ഫ്രയറും അതൊക്കെ പോലുള്ള ഉപകരണങ്ങളൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിത് പിള്ളേർക്ക് കൊടുക്കുന്ന ആയതുകൊണ്ട് എയർ ഫ്രയറിനകത്ത് വെച്ചാൽ പിള്ളേർക്ക് അത്ര ഇഷ്ടപ്പെടാൻ സാധ്യത കുറവാണ്. അവർക്ക് ഇച്ചിരി ഒരു ക്രഞ്ചി അല്ലെങ്കിൽ ഒരു ഓയിലി ഒക്കെ ആയിട്ടുള്ള സ്നാക്സുകളാണല്ലോ ഇഷ്ടം. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് എണ്ണ ഒരു കടായിൽ ഒഴിച്ചിട്ട് അതിനകത്തൊന്ന് തിരിച്ചു മറിച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്കിത് ഓൾറെഡി കുക്ക് ചെയ്തതാണ് നമ്മുടെ വൻപയർ. പിന്നെ ഉള്ളിയും കുറച്ച് അങ്ങനെയുള്ള സാധനങ്ങളേ ഉള്ളൂ. അതധികം കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ നമുക്കൊരു ഗോൾഡൻ ബ്രൗൺ നിറം വരണം. അപ്പോൾ ഒരു ക്രിസ്പി ആയിട്ട് പുറമേ ഇരിക്കുകയും വേണം, അകത്തൊരു ജ്യൂസി ഇതുമായിരിക്കും. അപ്പോൾ നല്ല ടേസ്റ്റും ആയിരിക്കും. നമുക്ക് എണ്ണയ്ക്കകത്തൊക്കെ ആകുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് കൂടും. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഇത് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. ഒന്നുകിൽ എയർ ഫ്രയറിനകത്ത് ചെയ്യാം, ഇല്ലെങ്കിൽ നമ്മുടെ ദോശക്കല്ലിൽ തിരിച്ചും മറിച്ചിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാവുന്നതാണ്. അധികം എണ്ണ ഇപ്പോൾ ആവശ്യമില്ല. അല്ലെങ്കിൽ ഇതുപോലെ അല്ലെങ്കിൽ കുറച്ചും കൂടി ഡീപ്പ് ഫ്രൈക്ക് വേണമെങ്കിൽ നന്നായിട്ട് എണ്ണ ഒഴിച്ച് നമ്മൾ ഉഴുന്നോടെയും പരിപ്പോടെയൊക്കെ ഉണ്ടാക്കുന്ന പോലെ അങ്ങനെ വേണമെങ്കിലും ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനെന്തായാലും അധികം എണ്ണ ഒഴിച്ചില്ല. എന്നിട്ടൊന്ന് ഒരു ടേസ്റ്റിന് വേണ്ടി, പിന്നെ പിള്ളേർക്ക് ഇങ്ങനെ എണ്ണയ്ക്കകത്ത് ഉണ്ടാക്കുന്ന സ്നാക്സ് ആണല്ലോ കുറച്ചുകൂടി ഇഷ്ടം. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒന്ന് ട്രൈ ചെയ്തത്. നിങ്ങൾക്ക് അല്ലെങ്കിൽ എയർ ഫ്രയറിനകത്ത് വെച്ച് നമുക്കിപ്പോൾ കഴിക്കാനാണെങ്കിൽ എയർ ഫ്രയറിനകത്ത് വെച്ച് വേണമെങ്കിലും ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നന്നായിട്ടൊന്ന് ഗോൾഡൻ ബ്രൗൺ നിറാവുന്നേരം ഞാൻ ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു കളർ മതി. ഇപ്പോൾ ഇത് കാസ്റ്റ് അയണിൻ്റെ അതുകൊണ്ട് പെട്ടെന്ന് ചൂടാവുകയും ചെയ്യും. അതുകൊണ്ട് ഞാനിനി ഇത് കോരിയെടുക്കുകയാണ്. ഇങ്ങനെ നമുക്ക് എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്സ് ആണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ നമ്മുടെ സ്നാക്സ് എല്ലാം ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പുറമെ നല്ല ക്രിസ്പി, ആകമേ നല്ല ജ്യൂസി ആൻഡ് ക്രഞ്ചി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്കാണ്. നിങ്ങൾ വൻപയർ അല്ലേ എന്ന് വിചാരിച്ച് ഇതാക്കണ്ട. പക്ഷെ ഉണ്ടാക്കി കഴിഞ്ഞാലേ അടിപൊളിയാണ്. നോൺ വെജ് പോലും ഇതിന് മുമ്പിൽ തോറ്റു. അതുപോലെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കബാബാണ്. എന്തായാലും ട്രൈ ചെയ്യുക. നിങ്ങൾക്കിത് പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും. നല്ല ഹെൽത്തിയാണ്. വൻപയർ മുളപ്പിച്ചതായതുകൊണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. അപ്പോൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ വേറൊരു റെസിപ്പിയുമായിട്ട് അല്ലെങ്കിൽ വേറൊരു വീഡിയോയുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും. അതുവരെയ്ക്കും എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ, താങ്ക് യു.